ഹലോ ഫ്രണ്ട്സ്, പൂക്കാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു നല്ല അടിപൊളി പായസമാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പായസത്തിൻ്റെ പേര് ബിരിയാണി പായസം എന്നാണ്. ഇത് ബിരിയാണി അരി കൊണ്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പായസത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പായസത്തിന് നമുക്ക് ആവശ്യമായ സാധനം ബിരിയാണി അരി, കൈമ റൈസ്, 1/4 കിലോ, 100 ഗ്രാം നെയ്യ്, 1.5 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പാല് 1 ലിറ്റർ, തുളസി ഇല 3 എണ്ണം. അപ്പം നമ്മൾ പായസം ഉണ്ടാക്കാൻ ആരംഭിക്കുകയാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പാലിൻ്റെ അകത്ത് തുളസി ഇല ഇട്ടതിന് ശേഷമാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത്. നെയ്യ്, ഇനി നമ്മൾ നെയ്യ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പാല് ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നെയ്യും ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തുളസി ഇലയും ചേർക്കണം. ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയാണ്. നല്ല കാറ്റൊക്കെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ല ചൂടായിട്ട് പായസം കുടിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ. പാല് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബിരിയാണി അരി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ബിരിയാണി അരി നമ്മൾ ഈ പാലിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഈ അരി നന്നായിട്ട് വെന്ത് വരണം. ഇപ്പം നമ്മുടെ അരി ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ പോവാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനിയും പഞ്ചസാര പൊടിച്ചത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാതെ. ഫ്ലെയിം കുറച്ച് വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നല്ല പരുവായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കും. പിന്നെ വറുത്ത കാഷ്യൂനട്ടൂടെ, നെയ്ക്കകത്ത് വറുത്ത കാഷ്യൂനട്ടൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും. ഇതിപ്പം നമ്മളൊരു ആവറേജ് മധുരമാണ് ഇട്ടിരിക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേറൊരു കാര്യത്തോടെ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ വെറൈറ്റി ടേസ്റ്റുള്ള ഒരു പായസമാണ്. ബിരിയാണി അരിയുടെ ഒരു ഫ്ലേവർ കൂടി ഈ പായസത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിലോ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അപ്പം പൂക്കാരിയുടെ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.